മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇംപീച്ച്മെന്റ് നോട്ടീസ് വന്നത്. ബിനിഷ അത് ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലേ? അലഹബാദ് ഹൈക്കോടതിയിൽ എസ് കെ യാദവിനെതിരെ വന്ന രാജ്യസഭയിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് വന്നു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ആണ് അഡ്വക്കേറ്റ് കപിൽ സിബൽ എന്നിവരുടെ നേതൃത്വത്തിൽ 55 എം പിമാരുടെ ഒപ്പ് മതി അങ്ങനെ ഒരു മൂവിന്. പക്ഷേ 55 എം പിമാർ ഒപ്പുവെച്ച് ഇംപീച്ച്മെന്റ് നോട്ടീസ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വളരെ ഗൗരവമായ വിമർശനങ്ങൾ അടങ്ങുന്ന ഒരു തെളിവുകൾ സഹിതമാണ് ആ നോട്ടീസ് കൈമാറിയിട്ടുള്ളത്. അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി എസ് കെ യാദവിന്റെ പ്രസംഗം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ എം പിമാർ രാജ്യസഭാ സെക്രട്ടറി ജനറലിന് ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയത്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, കപിൽ സിബൽ, ദിഗ്വിജയ് സിംഗ്, വിവേക് ധൻഖ, മനോജ് ഝാ, സാഗത് ഗോഖലെ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നോട്ടീസ് നൽകിയത്. ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ ആവശ്യമായ 50 എം പിമാരുടെ പരിധിക്കപ്പുറം 55 രാജ്യസഭാ എം പിമാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള നഗ്നമായ ലംഘനമാണ് എസ് കെ യാദവ് നടത്തിയതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. നീതിന്യായ നിർവഹണത്തിൽ നിന്നും എസ് കെ യാദവിനെ സുപ്രീം കോടതി മാറ്റി നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭരണഘടനയുടെ അന്തസത്തക്കെതിരെ, ഭരണഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള നഗ്നമായിട്ടുള്ള ആക്രമണമാണ് ജസ്റ്റിസ് ശേഖർ യാദവിൽ നിന്നുണ്ടായത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. കപിൽ സിബാലിൻ്റെ ആഭിമുഖ്യത്തിൽ സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം. ഈ ഇംപീച്ച്മെൻറ്റ് നോട്ടീസിന് മേലൊരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അദ്ദേഹം ഒരു തരത്തിലും നീതിന്യായ നിർവഹണത്തിൽ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ കേസുകൾ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഭൂരിപക്ഷ ഹിതമനുസരിച്ച് രാജ്യം ഭരിക്കപ്പെടണമെന്നായിരുന്നു UP പ്രയാഗ്രാജിൽ VHP നടത്തിയ പരിപാടിയിൽ ജസ്റ്റിസ് എസ് കെ യാദവ് പ്രസംഗിച്ചത്. വിദ്വേഷ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സഹിതമാണ് എം പിമാർ നോട്ടീസ് നൽകിയത്. വിഷയത്തിൽ നേരത്തെ ഇടപെട്ട സുപ്രീം കോടതി ഹൈക്കോടതിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.